സെൽഫ് ഡിഫൻസ്, അതെ, വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം 24 കണക്ക് ഈ പരിപാടി കഴിഞ്ഞ കുറച്ച് കാലമായി സംഘടിപ്പിക്കുന്നു. ഇന്നലെ തൃശ്ശൂർ വിമല കോളേജിലും വിമൻ ഡെവലപ്മെൻറ്റ് സെല്ലുമായി ചേർന്ന് ഈ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 24 എഡിറ്റർ ഇൻ ചാർജ് PP ജെയിംസ് ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒറ്റയ്ക്കുള്ള യാത്രകളിൽ ദുരനുഭവം നേരിടാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള ചുവടുകൾ, മാനസികമായും ശാരീരികമായും ശക്തിപ്പെടുത്തുന്നതിനായി 24 കണക്റ്റിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം. വിമല കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങ് 24 എഡിറ്റർ ഇൻ ചാർജ് PP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഈ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഉയർന്നു വരുന്ന നേതാക്കളൊക്കെ കലാലയങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഇതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് വേണം. ആ തരത്തിൽ ഇതിപ്പോൾ പറയാം, നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അക്രമിയെ തടയാനുള്ള ഒരു മുറ എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾ 24ഉം ഫ്ലവേഴ്സും ചിന്തിച്ചത്. വിമൻ ഡെവലപ്മെന്റ് സെൽ ആൻഡ് UGC സെന്റർ ഫോർ വിമനിന്റെ സഹകരണത്തോടെ വിമല കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. പണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാകാനായിട്ട് 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാം, അല്ലെങ്കിൽ അച്ഛൻ്റെ, സഹോദരൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒക്കെ സഹായം തേടാന്നുള്ളത് പണ്ടത്തെ കാലത്തെയായിരുന്നു. ഇന്ന് സ്ത്രീകൾ സുരക്ഷിതരാകണമെങ്കിൽ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ആവാണ്, പ്ലസ് നമ്മൾ മെൻ്റലിയും കൂടെ പ്രിപ്പയർ ആവണം എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ചുകൂടി സെൽഫ് ഡിഫെൻസ് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ് ഇതിൽ കൂടെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഇരിങ്ങാലക്കുട ആയോധന കലാക്ഷേത്രത്തിലെ അശോകൻ ഗുരുക്കളുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബീന ജോസ്, ഡോക്ടർ ടെൻസി വർഗീസ് P, ഡോക്ടർ സിത്താര V ആറ്റോക്കാരൻ എന്നിവർ പങ്കെടുത്തു. 24 തൃശൂർ. എന്തായാലും വിമല കോളേജിലെ പെൺകുട്ടികൾക്ക് ആശംസകൾ. നല്ല സെൽഫ് ഡിഫൻസിൻ്റെ ബോധം അവർക്ക് ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ സന്തോഷം. പ്രത്യേകിച്ച് വല്ലാത്തൊരു കാലത്ത്, ആസുരകാലത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ എതിരെ എന്തെങ്കിലും ഒരു സംഭവം വന്നാൽ നമ്മളിന്ന് പ്രതിരോധിക്കാനുള്ള ഒരു കരുത്ത് വിദ്യാലയ കാലത്ത് തന്നെ ഉണ്ടാവുക ചെറിയ കാര്യമല്ല.